दोस्तों नमस्कार। आज का हिंदी क्लास हम लोग शुरुआत कर रहे हैं। दो वाक्य बताता हूँ. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ വൈകി. ഇതൊക്കെ നമ്മൾ സാധാരണ ഗ്രൂപ്പിൽ ചിലപ്പോൾ പറയേണ്ടി വരും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ നേരം വൈകി എന്നൊക്കെ പറയാറില്ലേ. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ വൈകി. ആജ് മുझे खाना बनाने में देर हो गई. ആജ് മുझे खाना बनाने में देर हो गई. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഹിന്ദി തന്നെ വായിക്കണം കേട്ടോ. അതിനുശേഷം കിട്ടാണ്ട് വരുമ്പോൾ മാത്രമാണ് തൊട്ട് താഴെയുള്ള മലയാളത്തിലേക്ക് വരാവുള്ളൂ. നമ്മൾ മലയാളം നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഹിന്ദി പഠിക്കാൻ പറ്റില്ല. ഹിന്ദിയുടെ അക്ഷരങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. അതിന്റെ ഇംഗ്ലീഷ് ഐ ആം ലേറ്റ് ഇൻ മേക്കിംഗ് ഫുഡ് ടുഡേ. സ്പോക്കൺ ഇംഗ്ലീഷ് ആയില്ലേ. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ വൈകി. ആജ് മുझे खाना बनाने में देर हो गई. ഐ ആം ലേറ്റ് ഇൻ മേക്കിംഗ് ഫുഡ് ടുഡേ. അത് കാരണം ഉറങ്ങാനും നേരം വൈകുമെന്നാ തോന്നുന്നത്. അത് കാരണം ഇസ്ലിയെ, അത് മിക്കപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് ഇസ്ലിയെ. നമുക്ക് എന്തിനും കാരണങ്ങളുണ്ടല്ലോ. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, എ സക്സസ് പേഴ്സൺ നെവർ സേ എക്സ്ക്യൂസ് ആൻഡ് റീസൺ. ഇസ്ലിയെ മുझे ऐसा लगता है, इसलिए मुझे ऐसा लगता है, എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു कि अब बिस्तर എന്ന് പറഞ്ഞാൽ കിടക്കയ്ക്ക്, बिस्तर पर കിടക്കിലേക്ക് जाने के लिए बहुत देर हो चुकी है. इसलिए मुझे ऐसा लगता है कि अब बिस्तर पर जाने के लिए बहुत देर हो चुकी है. ഇതിങ്ങനെ 3-5 പ്രാവശ്യം വായിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഹിന്ദി വായിൽ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇത് വരാൻ വേണ്ടിയിട്ട് ഞാൻ മലയാളം എഴുതുന്നുണ്ട്. സോ ഐ ഗസ് ഐ വിൽ ബി ലേറ്റ് ഫോർ ബെഡ് ടു. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ വൈകി. ആജ് മുझे खाना बनाने में देर हो गई. इसलिए मुझे ऐसा लगता है कि अब बिस्तर जाने के लिए बहुत देर हो चुकी है. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു 2-3 വാക്ക് ഒരു ദിവസം പഠിക്കണം. വിരൽ, അങ്കുലി, പാദം, പയർ, ഫുട്ട്, കൈ, ഹാത്ത്, ഹാൻഡ്, കൈയുടെ വിരൽ. അപ്പൊ എങ്ങനെ പറയും? കൈയുടെ വിരൽ എന്ന് പറയുന്നത് അവിടെ വാക്കുണ്ടല്ലേ. ഹാത്ത് കി അങ്കുലി, പാദത്തിന്റെ വിരൽ, പയർ കി അങ്കുലി. ധന്യവാദം.